പുതുക്കാട് മണ്ഡലത്തിലെ പല മൃഗാശുപത്രികളിലും വില കൂടിയ മരുന്നുകൾ നൽകുന്നില്ലെന്ന് നാട്ടുകാരുടെ പരാതി. വളർത്തുമൃഗങ്ങളായ പശു, ആട്, താറാവ്, കോഴി എന്നിവയ്ക്ക് വേണ്ട അത്യാവശ്യ മരുന്നുകൾക്കായി മൃഗാശുപത്രിയിൽ ചെന്നാൽ വിലപിടിപ്പുള്ള മരുന്നുകൾ പുറത്തുനിന്നും വാങ്ങാൻ ആവശ്യപ്പെടാറാണ് പതിവ്. എന്നാൽ എല്ലാ മരുന്നുകളും ആശുപത്രിയിൽ നിന്നും നൽകാൻ സർക്കാർ ഉത്തരവ് ഉണ്ടെന്നിരിക്കെ ആശുപത്രി അധികൃതർ മനഃപൂർവ്വം മരുന്ന് പൂഴ്ത്തിവെക്കുന്നു എന്നാണ് പരാതി. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിക്ക് പരാതി നൽകിയിരുന്നു. പരാതിക്ക് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിച്ച മറുപടിയിലാണ് എല്ലാ മരുന്നുകളും ആശുപത്രിയിൽ നിന്നു തന്നെ ലഭ്യമാക്കുമെന്ന് ഉറപ്പ് നൽകിയത്. നമ്മുടെ സംസ്ഥാനത്ത് ക്ഷീരകർഷകർ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പ്രധാനമായും പശുക്കളുടെ കാലിത്തീറ്റ വാങ്ങി പാല് കൊടുത്തു വരുമ്പോൾ കർഷകന് ഒന്നും ലഭിക്കുന്നില്ല. ഇതിൻ്റെ പുറമെയാണ് ഒരു മരുന്നിന് വേണ്ടി മൃഗങ്ങൾക്ക് ആശുപത്രിയിലേക്ക് വേണ്ടി പോകുമ്പോൾ അവിടെ മുഴുവനായും മരുന്ന് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നില്ല. അതിൽ പകുതിയോളം മരുന്ന് വിലപിടിപ്പുള്ള മരുന്നുകൾ പുറത്തേക്ക് എഴുതുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇത് ക്ഷീരകർഷകരെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആട്, പശു, കോഴി, മറ്റ് വീട്ടുമൃഗങ്ങളെ വളർത്തുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മന്ത്രിയോട് ആവശ്യപ്പെട്ടത് ക്ഷീരകർഷകർക്കും മറ്റ് കോഴിയും ആടും വളർത്തുന്നവർക്കും വീട്ടുമൃഗങ്ങൾക്കുള്ള മരുന്നുകൾ മൃഗാശുപത്രിയിൽ തന്നെ സൗജന്യമായി ലഭ്യമാക്കണമെന്നാണ് നമ്മൾ മന്ത്രിക്ക് ആവശ്യപ്പെട്ടാണ് മന്ത്രിക്ക് നമ്മൾ നിവേദനം നൽകിയിട്ടുള്ളത്. ഇവിടുന്ന് മുതൽ വെറ്റിനറി ഹോസ്പിറ്റലിൽ കർഷകർക്ക് സൗജന്യമായി മരുന്ന് നൽകാം എന്നുള്ള ഒരു മറുപടിയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വരും കാലങ്ങളിൽ ക്ഷീര കർഷകർക്ക് ഇതൊരു ആശ്വാസമായി കാണാം.